കേരളത്തിൽ ആശങ്കയേറി കോവിഡ് രോഗികളുടെ എണ്ണം. ഇതുവരെ 1487 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 100-ലധികം പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, ഇത് വ്യാപനശേഷി കൂടുതലുള്ള തരമാണ് എന്ന് വ്യക്തമായിരുന്നു. പക്ഷേ ഇത്ര കണ്ട് കോവിഡ് രോഗം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ എന്താണ്? കേരളത്തിലാണ് രാജ്യത്താകെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് അതാണ്. ഇന്ന് ഏറ്റവും പുതിയതായി ഇന്ന് രാവിലെ 8 മണിക്ക് വന്ന അപ്ഡേറ്റ് പ്രകാരം 1487 പേരാണ് നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് അല്ലെങ്കിൽ കോവിഡ് രോഗികളായിട്ടുള്ളത്. 114 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. പക്ഷേ ആശ്വാസകരമായൊരു കാര്യം, ഇന്ന് രാവിലെ വന്നിരിക്കുന്ന അപ്ഡേറ്റിലും കഴിഞ്ഞ ദിവസം രാവിലെ വന്ന അപ്ഡേറ്റിലും പുതിയ മരണങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ കേരളത്തിൽ 9 മരണങ്ങളാണ് കോവിഡ് ബാധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ അത് കോവിഡ് മരണങ്ങൾ 17ആയി ഉയർന്നൊരു സാഹചര്യവും കൂടി ഉണ്ട് 2025 കണക്കുകളിൽ. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുതിയ മരണങ്ങളില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ 238 പേർ രോഗബാധയിൽ നിന്ന് മുക്തി നേടിയതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്രമൊക്കെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തും ലക്ഷണങ്ങളുള്ളവർ RT-PCR പരിശോധന നടത്തണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പുതിയ കേസുകൾ പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് 100-ലധികം കേസുകളാണ് ഒരു ദിവസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ തീവ്രത കുറവാണ്, വ്യാപനശേഷി കൂടുതലാണ് എന്ന് നേരത്തെ തന്നെ സർക്കാർ വൃത്തങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് നിലവിൽ ഈ പുതിയ കണക്കുകളും പുറത്തു വരുന്നത്. എന്തായാലും ഇനി മരണങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ നിലവിൽ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയാണ്. ഈ രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ധരിക്കുകയും പൊതുവിടങ്ങളിൽ പോകുമ്പോൾ ആളുകളുമായി കൂടുതൽ സമ്പർക്കത്തിൽ വരുന്നതൊക്കെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അനുബന്ധ രോഗങ്ങളും പ്രായമായവർക്കുമൊക്കെയാണ് ഈ കോവിഡ് ബാധ കൂടുതൽ തീവ്രമാകാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫേറ്റലാകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അത്തരം ആളുകൾ ഉറപ്പായും പൊതുവിടങ്ങളിൽ പോകുമ്പോൾ മാസ്കുകൾ ധരിക്കുകയും ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനൊക്കെ ശ്രമിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. കാരണം ഇപ്പോഴും സംസ്ഥാനത്തൊരു കോവിഡ് ജാഗ്രത എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ്. അതിനൊരു കാരണം ആരോഗ്യവകുപ്പ് അടക്കം എന്താണ് സംസ്ഥാനത്ത് ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത എന്നതിലടക്കം വലിയൊരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. ഒരു പതിവ്, അതായത് കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതൽ സംസ്ഥാനത്ത് തുടർച്ചയായി 4 ദിവസവും കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് സംസ്ഥാനത്തൊരു കോവിഡ് ജാഗ്രതാ നിർദ്ദേശമെങ്കിലും പുറപ്പെടുവിച്ചത്. അത് എത്രത്തോളം താഴെത്തട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ചോദ്യവും അവിടെ നിൽക്കുന്നു. കാര്യക്ഷമമായി അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ കോവിഡ് വ്യാപനം മറ്റൊരു തലത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്താനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ശരി.